അത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബി നിർമ്മലിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഒരു ക്യാമറയും അതുപോലെ ഒരു മൈക്കും ചേർന്ന ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്. എന്താ സാർ ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുന്ന സമയത്ത് മൈക്ക് നീ ഫിക്സ് ചെയ്യണം, ക്യാമറ നിന്റെ കയ്യിൽ പിടിക്കണം. അപ്പം നീയും അതുപോലെ നവ്യയും കൂടി ചേർന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് റെക്കോർഡാവും. അതുമാത്രമല്ല, നിങ്ങൾ കാണുന്ന സമയത്ത് ഡ്രോൺ ക്യാമറ വെച്ചിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്തിനാ സാർ ഇതൊക്കെ? ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോസൊക്കെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതൊന്നും പോരാ, അതൊക്കെ മോർഫിംഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോസാണ്, കമ്പ്യൂട്ടർ മോർഫിംഗ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണെന്നുള്ള കാര്യം പെട്ടെന്നൊരു ടെക്നിക്കലായിട്ടുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും. അതൊക്കെ നവ്യയെ വരട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. എന്നാൽ ഇപ്പം നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താ സാർ ഇതൊക്കെ എന്നുള്ള കാര്യം ഇത് കേട്ടിട്ട് നിർമ്മൽ ചോദിക്കുമ്പോൾ, അവളുടെ മുൻപത്തെ ലവറാണ് എന്നുള്ള കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴും ആ ലവറ് അവൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഇതിലൂടെ എൻ്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നീ അവളുമായി ചേർന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. അവൾ ഷൗട്ട് ചെയ്ത് സംസാരിച്ചാലും നീ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കണം. സാർ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് നിർമ്മൽ ചോദിക്കുമ്പോൾ അഭി പറയുന്നത്, ഒരിക്കലുമില്ല, നീ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോ ആക്കും. അതിനിടയ്ക്ക് നീ ഐ ലവ് യു പറയുക, അതുപോലെ തന്നെ പൂ കൊട്, ഗിഫ്റ്റ് കൊട് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡാവും. പിന്നെ ഒരു കാര്യം കൂടി, ഡ്രോൺ ക്യാമറ സെറ്റ് ചെയ്തിട്ട് എവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ ഗ്രാഫിക്സ് കിട്ടും എന്നുള്ള കാര്യം ഞാൻ മാർക്ക് ചെയ്തിട്ട് പോയിന്റ് നിന്നെ വിളിച്ച് പറയും. അവിടെ നിന്നുകൊണ്ട് വേണം നീ സംസാരിക്കാൻ. സർ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അഭി ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രോ, നിനക്ക് വേണ്ടിയിട്ട് ഈ ചെറിയൊരു കാര്യം ചെയ്യുന്നതിന് ഞാൻ എന്തോരം കാശാണ് തരാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നിനക്കറിയോ? ഇൻ കേസ് നീ പിടിക്കപ്പെട്ട് ജയിലിലായാലും എൻ്റെ ആൾക്കാർ നിന്നെ പുഷ്പം പോലെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും. അതിനുശേഷം നിന്റെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് നിന്റെ ജിമ്മും കാര്യങ്ങളുമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാമല്ലോ. അത്രയേ ഉള്ളൂ, സിമ്പിൾ എന്നൊക്കെ പറയുകയാണേ. തുടർന്ന് നിർമ്മല ചോദിക്കുന്നത്, സർ ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് ഒരു ഭർത്താവും ഭാര്യയ്ക്കെതിരെ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല, എന്നാൽ സാർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോഴേക്കും അബിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ആ നവ്യ ഞാൻ അവളെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. എനിക്ക് അവളുടെ കൂടെ ജീവിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് അവളുടെ കൂടെയുള്ള ജീവിതം ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ അവളെ തുരത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. പക്ഷേ അഭി പോയതിന് ശേഷം നിർമ്മൽ പറയുന്നത്, കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് നേരെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിട്ട് പണിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ. എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് തലയുരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ നിർമ്മൽ ചിന്തിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് ആദർശ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. റൂമിലേക്ക് എത്തിയതിന് ശേഷം നയനാണെങ്കിൽ ഇങ്ങനെ പില്ലോ കവറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദർശ് വന്നത് നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്താ ഒന്നും അറിയാത്ത ആളെ പോലെ പില്ലോ കവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് നയന. അതിന് മാത്രം എന്താ സംഭവിച്ചത്? എന്താ എൻ്റെ അടുത്ത് വേല ഇറക്കുന്നത്? അയ്യോ, എന്നെ കുറിച്ചിട്ട് എന്താ ആദർശേട്ടാ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല. ഇത് തന്നെ അഭിനയമാണ്, ഓവറായിട്ട് അഭിനയിക്കല്ലേ. നീ എന്താ എന്നെ അറിയില്ല എന്ന് പറഞ്ഞത്? ഞാൻ എപ്പോഴാണ് ആദർശേട്ടനെ അറിയില്ല എന്ന് പറഞ്ഞത്? നിങ്ങളെ കുറിച്ചിട്ട് എങ്ങനെ ആദർശേട്ടാ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുക? ജ്യൂസ് കടയിൽ വെച്ചിട്ട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഏത് ജ്യൂസ് കട? അവിടെ ജംഗ്ഷനിലിരിക്കുന്ന ജ്യൂസ് കട എന്നുള്ള കാര്യം പറയുമ്പോൾ, ഓ അവിടെ ഒരു സിംഗ് ആണല്ലോ വന്നത്, ആ സിംഗിനെ കണ്ടിട്ടാണല്ലോ ആദർശേട്ടാ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത്. അവരെ എങ്ങനെയാണ് എനിക്ക് ആദർശേട്ടാ അറിയുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, സിംഗിനെ പോലെ വേഷം കെട്ടി വന്നത് ഞാനാണ്. അയ്യോ, അത് ആദർശേട്ടനായിരുന്നോ? സത്യമായിട്ടും ആദർശേട്ടാ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അത് സിംഗ് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. അത്ര പെർഫെക്റ്റ് ആയിരുന്നല്ലോ വേഷം കെട്ടിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും അഭിനയിക്കല്ലേ എൻ്റെ മുമ്പിൽ. നിങ്ങൾക്ക് സിംഗിന്റെ വേഷം കെട്ടിയിട്ട് അഭിനയിക്കാമെങ്കിൽ എനിക്കെന്താ അഭിനയിച്ചൂടെ? നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് സിംഗിന്റെ വേഷം കെട്ടിയിട്ട് ഞങ്ങൾ പുറകെ വന്നത്? ആദർശേട്ടന് നവ്യ തെറ്റ് ചെയ്തവളല്ലേ? എൻ്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനെന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ വേഷം കെട്ടി വന്നത്? നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും എടാകൂടത്ത് പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങനെ ഒന്നിലും ചെന്ന് ചാടില്ല. നിങ്ങളെക്കാൾ നന്നായിട്ട് ആ നിർമ്മലിന്റെ ആക്ടിവിറ്റീസ് ഞങ്ങൾക്കറിയാം. അതിനുശേഷമാണ് കേട്ടോ നയന ചിന്തിക്കുന്നത്, അയ്യോ ഇന്ന് നൈറ്റിൽ ഞങ്ങൾ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആദർശേട്ടൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതും എല്ലാം കൊളാക്കും.
തുടർന്ന് ആദർശ് പറയുന്നത്, ശരി, അവളെ കുറിച്ച് നിനക്ക് എന്തറിയും, പറ. ഒന്നുമില്ല എന്നുള്ള കാര്യം നയന പറയുമ്പോൾ, എന്തോ വലിയ കാര്യം അറിയാന്നുള്ള രീതിയിലാണല്ലോ സംസാരിച്ചത്, പറ. അതിൽ പറഞ്ഞ ഒന്നുമില്ല എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ട് എന്തെങ്കിലും ഏടാകൂടത്ത് ചെന്ന് ചാടും, അതാണ് നിന്റെയൊക്കെ പ്രശ്നം. അതുകൊണ്ടാണ് വേഷം കെട്ടി നിങ്ങളെ ഫോളോ ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോൾ, ഈ ലോകത്തിൽ നിങ്ങളെപ്പോലെ ഒരു ഭാര്യയെ ഫോളോ ചെയ്യുന്ന മനുഷ്യൻ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇനി വേഷം കെട്ടുന്ന സമയത്ത് പോലീസ് വേഷം കെട്ടിക്കോ, നിങ്ങൾക്ക് സിംഗ് വേഷം ഒട്ടും ചേരുന്നില്ല. എന്നിട്ട് നയന അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഉറങ്ങുന്ന സമയത്ത് ആദർശ് ഉറങ്ങി എന്ന് മനസ്സിലാക്കിയിട്ട് നയന ബെഡിൽ നിന്ന് എണീറ്റിട്ട് പോവാണേ. കബോർഡിനകത്ത് നിന്ന് ഒരു ബ്ലാക്ക് കളർ സാരി ചേഞ്ച് ചെയ്തതിന് ശേഷം മുടിയൊക്കെ അഴിച്ചിട്ട് നവ്യയുടെ സ്റ്റൈലിൽ ആണ് കേട്ടോ പോകുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ആദർശ് നയന അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഇവൾ എവിടെ പോയിന്ന് തരയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നവ്യയും നയനയും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പുറത്തെത്തിയിട്ട് നവ്യയും നയനയും ഫോളോ ചെയ്ത് ആദർശം അരികിലുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, എന്തിനാണ് നീ എനിക്ക് പകരം പോകുന്നത്, എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ചേച്ചിക്ക് എന്തോരം ദേഷ്യം ഉണ്ടാകും നിർമ്മലിൻ്റെ അടുത്തെന്ന് എനിക്കറിയാം, പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കും അറിയാം. അതുമാത്രമല്ല, ആ വീഡിയോ അയച്ചതിൻ്റെ പേരിൽ ചേച്ചി എന്തോരം വിഷമിച്ചു എന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യമല്ല ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചേച്ചി ചെന്നിട്ട് അവനോടുള്ള ദേഷ്യം തീർക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാം വഷളാകും. നമുക്കിപ്പോൾ ആവശ്യം എങ്ങനെയെങ്കിലും നിർമ്മലിനെ ബ്ലോക്ക് ചെയ്തിട്ട് അവനെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഇമോഷൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും ചേച്ചി ഒരു തീരുമാനം എടുത്തു, അതുകൊണ്ട് ഞാൻ പോവാണ്. ചേച്ചീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരുപാട് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ചേച്ചീനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തത്. ഞാനെല്ലാം ഡീൽ ചെയ്തോളാം. അങ്ങനെ നവ്യയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ നയന. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്.